എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ കലി ഇളകിയ ലൂഫി അവനാണെങ്കിൽ അവന്റെ കൈ ചുരുട്ടി ആ ലയൺ ഹ്യൂമൻ വില്ലനെ ആഞ്ഞെട്ടിക്കും. ലൂഫിയുടെ ഒരൊറ്റ ഇട്ടിയില് ആ ലയന്റെ 32 പല്ലും തെറിച്ച് ഒരു തീഗോളമായിട്ട് ആ ലയൺ ഹ്യൂമൻ അവൻ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. പൈലറ്റ് പെണ്ണാണെങ്കിൽ താഴേക്ക് വീഴുന്തോറും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെടും. അവൾക്കാണെങ്കിൽ അവളുടെ ബോസ്, ക്യാപ്റ്റൻ, ബ്രദർ എയ്സിനെ കാണുന്നത് പോലെ തന്നെയായിരിക്കും ഇപ്പൊ ലൂഫിയെ കാണുമ്പോൾ തോന്നുക. അവളാണെങ്കിൽ ലൂഫിയുടെ പേര് ഉച്ചത്തിൽ വിളിക്കും. അവളുടെ വിളി കേട്ട് ലൂഫി അങ്ങനെ പറന്നു വന്ന് അവളെ സേഫായിട്ട് ക്യാച്ച് ചെയ്യുകയാണ്. അവൾ നിലത്ത് വീഴുന്നതിന്റെ തൊട്ട് മുൻപായിരിക്കും ലൂഫി അവളെ ക്യാച്ച് ചെയ്യുക. മറ്റൊരു ഭാഗത്ത് വില്ലന്മാരാണെങ്കിൽ ലയൺ ഹ്യൂമൻ വില്ലൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കും. ബോസ്, ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. കമോൺ, ഇത് നമ്മുടെ ടെറിട്ടറിയാണ്. അവർ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് പറയും. പക്ഷെ എന്താ, ഓൾറെഡി ലൂഫിയുടെ ഹെവി പഞ്ച് കിട്ടി അവന്റെ പിരിയിളകി അവൻ അടിച്ച് ഇപ്പൊ താഴേക്ക് വീണ് കിടക്കുകയാണ്. ആ ലയൺ ഹ്യൂമൻ അവൻ വന്നു വീണ വീഴ്ചയിൽ ഒരു വിങ്കിൾ തന്നെ വന്നതുപോലെ ആയിരിക്കും അവിടെയുള്ളവർക്ക് തോന്നുക. ആ സ്പീഡാണെങ്കിൽ വളരെ സ്പീഡിൽ അവന്റെ അടുത്തേക്ക് വരും. ഓ ഷിറ്റ്, നീ ഇത്രയധികം യൂസ്ലെസ് ആയിരുന്നോ? അവന്റെ ഒറ്റ അടിയിൽ നിന്റെ കൺട്രോൾ പോയെന്നൊക്കെ ചോദിച്ച് അവളാണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സോറോയും സാമുറായും ലയണും അവരാണെങ്കിൽ ആ വേസ്റ്റ് വില്ലേജ് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സാമുറായി പെണ്ണിനാണെങ്കിൽ വയലറ്റ് പെണ്ണിനെയും അതുപോലെ ലൂഫിയെ കുറിച്ച് ചിന്തിച്ചുള്ള ടെൻഷനാണ്. അവർ രണ്ടുപേരും ഇതുവരെയായിട്ട് അവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷെ സോറോയ്ക്കാണെങ്കിൽ അതൊന്നും ചിന്തിച്ച് യാതൊരു ടെൻഷനും ഇല്ല. അവൻ ക്യാഷ്വലായിട്ട് പറയും, നീ അവരെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വയലറ്റ് പെണ്ണിന്റെ കൂടെ ഉള്ളത് ലൂഫിയാണ്. അവൻ തീർച്ചയായിട്ടും അവളുമായി സേഫായി നമ്മുടെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. ഇവിടെ സ്പീഡ് പെണ്ണാണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ നിലവിളിച്ച് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡാണ് ആ ഇൻക്ലൂഡേഴ്സ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല. ആ ഫുഡ് അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും തിരികെ പിടിച്ചേ പറ്റൂന്ന് പറയും. അത് കേട്ട് ട്രിഗേർഡായി അവിടെയുള്ളവരെല്ലാവരും ഇപ്പൊ കപ്പലിന്റെ പിന്നാലെ ഓടും. അതേസമയം ഇവിടെ ലൂഫിയും വയലറ്റ് പെണ്ണും അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതേസമയം വീണ്ടും അവിടെയുള്ള സുമോകളും വില്ലൻ സോൾജേഴ്സും ചേർന്ന് അവരെ റൗണ്ട് ചെയ്യാണ്. വയലറ്റിനാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. മാരാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, പിടിക്കടാ, ഇടിക്കടാ, അവനെ വിടരുതെന്നൊക്കെ പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അവനെയും വയലറ്റ് പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരെയും അങ്ങനെ ചവിട്ടി കിലോമീറ്ററുകളോളം തെറിപ്പിച്ച് കളയും. വയലറ്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ ആ ഫൈറ്റൊക്കെ കുറേശ്ശെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അവൾ ലൂഫിയെ അങ്ങനെ ഇറുക്കി പിടിക്കും. ലൂഫി അവസാനത്തെ വില്ലനെയും ആലും അടക്കി അട്ടിച്ച് താഴെയിട്ട് ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. അപ്പൊ ദൂരത്തായിട്ട് ഒരു കുതിരയെ കാണും. നമുക്ക് എത്രയും വേഗം കുതിരപ്പുറത്ത് കയറി കപ്പലിന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ കപ്പലിലുള്ള ഫുഡ് മുഴുവൻ സോറോ തിന്നു തീർക്കുമെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവളുമായി ചാടി വന്ന് കുതിരയുടെ മേലെ അങ്ങനെ ചാടി വീഴാണ്. അത് ആക്ച്വലി വെറും കുതിരയല്ല, നമ്മുടെ സ്പീഡ് പെണ്ണാണ്. അവൾ ഒരു സെക്കൻഡ് ലൂഫിയെ കണ്ട് ഫ്രീസ് ആവും. സ്പീഡാണെങ്കിൽ ദേഷ്യപ്പെട്ട്, യു അഗെയിൻ, വീണ്ടും നിങ്ങളോ? നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുതുകത്ത് കയറും ചോദിച്ച് അവളുടെ കാലും കൈയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ തട്ടിയിടാൻ ശ്രമിക്കും. അതിന് ലൂഫി ആണെങ്കിൽ ഇപ്പൊ വയലറ്റ് പെണ്ണിനോട് അവളുടെ മുഖത്ത് നിന്ന് ആ സ്പെഷ്യൽ പവർ എടുക്കാൻ പറയും. അവളാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ആ സ്പെഷ്യൽ പവർ അതങ്ങനെ എടുത്ത് ആ കുതിരയ്ക്ക് നേരെ നീട്ടുകയാണ്. സ്പീഡ് പെണ്ണ് ആദ്യം റിജക്റ്റ് ചെയ്യുമെങ്കിലും ഇതിന്റെ സ്മെല്ലാണെങ്കിൽ അവൾക്ക് കുറച്ച് ഇഷ്ടാവും. അവൾ രണ്ടാമൊന്നും ചിന്തിക്കാതെ അതെടുത്ത് കഴിച്ച് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ വയലറ്റ് പെണ്ണിന്റെ അണ്ടറിലാവുകയാണ്. സ്പീഡാണെങ്കിൽ ഇപ്പോൾ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. ലൂഫി സ്പീഡിനോട് പറയും, നമ്മുടെ ലക്ഷ്യം ആ കപ്പലാണ്, ഇത്രയും വേഗം ഞങ്ങളെ ആ കപ്പലിലേക്ക് എത്തിക്കണമെന്ന് പറയും. അതിനവൾ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല, നീയൊന്നും എന്റെ ബോസ് അല്ല. വയലറ്റ് പെണ്ണ് അവളാണ് എന്റെ ബോസ്, അവൾ എന്തു പറയുന്നോ അത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ. അതിന് വയലറ്റ് ആണെങ്കിൽ ഇപ്പൊ അവളോട് പറയും, എന്റെ ബ്രദറാണ് ലൂഫി, അവൻ പറയുന്നത് എന്തും നീ അനുസരിക്കണം. അതിന് സ്പീഡാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ മുൻപോട്ടേക്ക് തന്നെ പോവും. ആ വില്ലന്മാരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് പിന്നാലെ ഓടുകയാണ്. വയലറ്റ് പെണ്ണാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ ലൂഫിയെയും എയ്സിനെയും മാറി മാറി ആലോചിച്ചു കൊണ്ടേയിരിക്കും. ലൂഫിയെ കാണുമ്പോൾ എയ്സിനെ തന്നെയായിരിക്കും അവളുടെ മനസ്സിൽ ഓർമ്മ വരിക. കട്ട് ചെയ്ത ഇവിടെ ട്രഫാർഗർ ലോയും ആ ഒരു കാട് വില്ലനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. ആ കാട് വില്ലന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, ഞങ്ങളുടെ ബോസിന് നല്ല പവറാണ്, അദ്ദേഹം കാർഡ്സ് വെച്ച് എല്ലാവർക്കും 8ന്റെ അല്ല 18ന്റെ പണി കൊടുക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിന്റെ ചാവേർ പടയായ ഞങ്ങളും ഇവിടെ ഉണ്ട്. നീ വെറും
ഒറ്റയാൾ പട്ടാളമാണ്. നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. സോ ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ സ്ക്വാഡൊക്കെ എറിഞ്ഞ് മാപ്പ് പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. അത് കേട്ട് ട്രഫാൽഗർ ലോ ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി സ്ക്വാഡ് കയ്യിലെടുക്കും. ഇവിടെ ആ കാട് വില്ലൻ അവനാണെങ്കിൽ ട്രഫാൽഗർ ലോ കൈ നീട്ടുമ്പോൾ അവന്റെ കയ്യിലുള്ള ടാറ്റു അത് ശ്രദ്ധിക്കും. മാത്രമല്ല ആ സ്ക്വാഡും അവൻ തിരിച്ചറിയും. അത് രണ്ടും കാണുന്നതിലൂടെ അവൻ മനസ്സിലാക്കും ഇത് മറ്റാരുമല്ല, ഇവനാണ് സാക്ഷാൽ ട്രഫാൽഗർ ലോ എന്ന്. ഓൾറെഡി ലൂഫിയും ട്രഫാൽഗർ ലോയും അവരൊന്നു ചേർന്ന കാര്യം ഇവൻ അറിഞ്ഞതാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയാൻ ടീം അവരിപ്പോഴും മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ കരുതിയത് ആ ലയൺ മാൻ അവനാണെങ്കിൽ കൈഡോയുടെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിരിക്കുമെന്നാണ്. സോ അടി കിട്ടിയാലും അവൻ തിരികെ എഴുന്നേറ്റ് വന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൻ വെറും ഒരു യൂസ്ലെസ് ആണ്. ഒറ്റ അടിയിൽ തന്നെ അവന്റെ ബോധം പോയി. നനങ്ങാൻ പോലും ആകാതെ അവൻ അങ്ങനെ അവിടെ പെട്ടുകിടക്കും. അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ചുറ്റും കൂടി അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ബോസ് കണ്ണു തുറക്ക്, ഇത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ട്രഫാൽഗർ ലോ അവനൊരു സ്റ്റോണ് ഇപ്പോ ആ ഒരു കാട് വില്ലിന് നേരെ വലിച്ചെറിയും. അവന്റെ കാർഡ് ഉപയോഗിച്ച് ആ സ്റ്റോണിനെ ഡൈവേർട്ട് ചെയ്യുന്ന അതേ സമയം ലോ അവന്റെ സ്ക്വാഡ് എടുത്ത് അവന്റെ തൊട്ടടുത്തെത്തി ആഞ്ഞു വെട്ടും. ലോഡ് അറ്റാക്ക് അത് കറക്റ്റ് ആയിട്ട് ആ കാട് വില്ലന്റെ ദേഹത്ത് കൊള്ളും. പക്ഷെ അവനാണെങ്കിൽ നൈസായിട്ട് അത് അവന്റെ അസിസ്റ്റന്റിന്റെ നേർക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ട് അവനെ കൊന്നുകളയും. അവനങ്ങനെ ഹായ് ആയിട്ട് സേഫ് ആയിട്ട് നിൽക്കും. ട്രഫാൽഗർ ലോ ആണെങ്കിൽ വീണ്ടും അങ്ങനെ വെട്ടി തിരിഞ്ഞു വന്ന് ആ കാട് വില്ലന്റെ വയറ്റിൽ ആഞ്ഞു വെട്ടുകയാണ്. ആ വെട്ടും കറക്റ്റായിട്ട് അവന്റെ വയറ്റിൽ തന്നെ കൊള്ളും. പക്ഷെ വില്ലനാണെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്ത് അവന്റെ അസിസ്റ്റന്റിലേക്ക് അയക്കും. ആക്ച്വലി കൈഡോ അടക്കം ഈ വില്ലന്മാരെല്ലാവരും വേസ്റ്റ് ജനറേഷനിൽ പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്. ആ കാര്യം ട്രഫാൽഗർ ലോയ്ക്കും നന്നായിട്ട് അറിയാം. അവൻ സ്ക്വാഡ് വെച്ച് ഇപ്പൊ ആ കാട് വില്ലനെ ആഞ്ഞു വീശും. പക്ഷെ അപ്പോഴേക്കും കാട് വില്ലനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ട്രഫാൽഗർ ലോയുടെ സ്ക്വാഡ് അത് ബ്ലോക്ക് ചെയ്ത് അവന്റെ തലയിൽ കമഴ്ത്തിയ ചെമ്പ് അതങ്ങനെ തെറിപ്പിച്ച് കളയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയും കുതിരയും നമ്മുടെ വയലറ്റ് പെണ്ണും അവർ 3 പേരും ഇപ്പൊ ഏകദേശം ആ കപ്പലിന്റെ അടുത്തെത്തി. ലൂഫി ആ കുതിരയോട് ഇപ്പൊ കപ്പലിലേക്ക് കയറാൻ പറയും. പക്ഷെ അവൾ തയ്യാറാവില്ല. അടുത്ത നിമിഷം വയലറ്റ് ആണെങ്കിൽ അവളോട് കപ്പലിൽ കയറാൻ നിർബന്ധിക്കും. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇപ്പൊ കപ്പലിലേക്ക് അങ്ങനെ ചാടി കയറുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് ഫുഡൊക്കെ കണ്ട് അവൻ സന്തോഷത്തില് കൺകുളിർക്കെ അതെല്ലാം തന്നെ നോക്കി നിൽക്കും. ലൂഫി ആണെങ്കിൽ വലിയൊരു മീറ്റ് എടുത്ത് അങ്ങനെ വിഴുങ്ങുകയാണ്. അതിനുശേഷം എന്തോ ഒന്ന് കുറവുണ്ടെന്ന് പറഞ്ഞ് 2 സ്റ്റിക്കുകളിൽ പിടിച്ച് അങ്ങനെ തൂങ്ങിയാടി അവിടുന്ന് ഫ്ലൈ ചെയ്തു പോകും. കട്ട് ചെയ്ത ഇവിടെ ട്രഫാൽഗർ ലോ അവൻ റൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്മാരെ അവന്റെ സ്ക്വാഡ് വെച്ച് വെട്ടിയും അവരെ ഡൈവേർട്ട് ചെയ്ത് ആ കാട് വില്ലന്റെ നേർക്ക് അയച്ചും അങ്ങനെ ഫൈറ്റ് വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. ഇവിടെ കാട് വില്ലനാണെങ്കിൽ വളരെ സിമ്പിളായി അവൻ അയക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ തട്ടി താഴെ ഇടുകയാണ്. കാട് വില്ലനാണെങ്കിൽ ഇപ്പൊ ട്രഫാൽഗർ ലോയോട് പറയും, നിന്റെ എല്ലാ പ്ലാനുകളും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നീ റൂം ക്രിയേറ്റ് ചെയ്ത് എന്റെ സബോർഡിനേറ്റ്സിനെ അറ്റാക്ക് ചെയ്തത് നീ ഒരു ഡോക്ടർ ആയതുകൊണ്ടും ആരുടെയും ജീവൻ നിനക്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീയും ലൂഫിയാൻ ടീമും ചേർന്നാണ് ഇവിടേക്ക് എത്തിയതെന്നും പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അവൻ ട്രഫാൽഗർ ലോയെ നോക്കി പറയും. ലോയ്ക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ ടെൻഷൻ കൂടും. കാരണം ഇവനെ ഒന്നുകിൽ കൊന്നുകളയണം, അല്ലെങ്കിൽ ഇവനെ തട്ടിക്കൊണ്ടു പോകണം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ രഹസ്യങ്ങളെല്ലാം തന്നെ അവ കൈഡോയെ അറിയിക്കും. അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കും. അടുത്ത നിമിഷം ആ കാട് വില്ലനെ അവന്റെ അസിസ്റ്റൻസ് കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കുകയാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ ആ കപ്പലുമായി ലോയുടെ അടുത്തേക്ക് വരും. ലോയ്ക്കാണെങ്കിൽ അത് കണ്ട് ചത്താ മതിന്നാവും. കൺട്രോൾ പോയ ലോയാണെങ്കിൽ ഇപ്പൊ കപ്പലിലേക്ക് കയറി വന്ന് ഫുൾ കലിപ്പില് സോറോയോട് ദേഷ്യപ്പെട്ട് അവന്റെ കോളറിൽ കയറി പിടിക്കും. അതിന് ഫുൾ കലിപ്പില് സോറോ അങ്ങനെ ടെററായിട്ട് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.